നമസ്കാരം. വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക. ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് 1600 രൂപയാണ്. അത് ഉയർത്തി 2000 രൂപയാക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകി സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയേക്കും. തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. 2025-26 ബജറ്റ് 2025 ജനുവരി അവസാനം KN ബാലഗോപാൽ അവതരിപ്പിക്കും എന്നതാണ് ലഭിക്കുന്ന സൂചന. ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഉയർത്താനാണ് നീക്കം. ക്ഷേമ പെൻഷൻ തുക 2500 രൂപയായി ഉയർത്തും എന്നതായിരുന്നു 2021 LDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ 2021 പുതിയ ബജറ്റ് 2022-23, 2023-24, 2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അടക്കം 4 ബജറ്റുകൾ വേണുഗോപാൽ അവതരിപ്പിച്ചെങ്കിലും 100 രൂപ പോലും ക്ഷേമ പെൻഷനിൽ വർധന വരുത്തിയില്ല. ഭരണം തീരാൻ 16 മാസം മാത്രം അവശേഷിക്കെ ബാലഗോപാലിന് മുന്നിലുള്ളത് 2 ബജറ്റുകൾ മാത്രമാണ്. 2025-26 ബജറ്റും 2026-27 ബജറ്റും മാത്രമാണ് ബാലഗോപാലിന് അവതരിപ്പിക്കാൻ സാധിക്കുക. 2026-27 ബജറ്റ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിച്ചാലും 2026 മെയ് മാസം പുതിയ സർക്കാർ വരണം. 2025 ഒക്ടോബർ, 2026 ഏപ്രിൽ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. അതുകൊണ്ട് തന്നെ അധികം നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാൻ ബാലഗോപാൽ നിർബന്ധിതനാകും. പ്രകടന പത്രിക വാഗ്ദാനം ചെയ്ത 2500 രൂപ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ ക്ഷേമ പെൻഷനിൽ 900 രൂപയുടെ വർധന വരുത്തണം. അതിൻ്റെ പകുതിയെങ്കിലും വർധന ക്ഷേമ പെൻഷനിൽ ബാലഗോപാൽ വരുത്തിയേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ക്ഷേമ പെൻഷൻ നിലവിൽ 4 ഗഡുക്കൾ കുടിശ്ശികയാണ്. 6400 രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാർ നൽകാനുണ്ട്. ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയാലും കുടിശ്ശിക പഴയ നിരക്കിൽ തന്നെയാകും ഉണ്ടാവുക. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നല്ലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.